കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. പൂജയൊക്കെ ഭംഗിയായി സമ്പന്നായി. ഭാര്യ അനുഗ്രഹിച്ച് മകന്റെ കൈകൊണ്ട് പൊട്ടു തൊടിക്കാൻ. ഇത് കയ്യിൽ വാങ്ങിച്ചോളൂ. കൊട്ടാരം വീട്ടിൽ വെച്ച് കൈ കൊടുത്ത മഞ്ഞൾ വരി താഴെ ഇട്ടിട്ട് പോയ ആളാ. ഇപ്പോഴും അങ്ങനെ തന്നെ ചെയ്യൂ ഈശ്വര. അയ്യോ മോനെ, അയ്യോ, കൈ നല്ലോണം മുറിഞ്ഞല്ലോ മോനെ. ശ്രേയെ, മോള് ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തോണ്ട് വന്നേ. അയ്യോ, ചോര നല്ലോണം പോകുന്നുണ്ടല്ലോ. ആരാ കെട്ടി കൊടുക്കാൻ പറഞ്ഞേ? ശ്രേയ ഉണ്ടല്ലോ ഇവിടെ, അവളുടെ ഭർത്താവിന്റെ കാര്യം നോക്കാൻ അവക്കറിയാം. എന്താ ഇത് അച്ഛമ്മേ, എന്തിനാ അവളെ ഇങ്ങനെ വഴക്ക് പറയുന്നേ? ഇതിപ്പോ ആര് കെട്ടിയാലെന്താ? ബ്ലീഡിങ് നിക്കണമെന്നുള്ളതല്ലേ ഇവിടുത്തെ കാര്യം. മോനെ, ഞാൻ ഉദ്ദേശിച്ചത് സാരിത്തുമ്പ് കൊണ്ട് കെട്ടിയാല് സെപ്റ്റിക്കാവൂന്ന് കരുതി പറഞ്ഞു പോയതാ മോനെ. അല്ലെങ്കിൽ തന്നെ നീ എന്തിനാ ശ്രേയ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുക്കാൻ പോയതിനിടയ്ക്ക് വലിയ ആള് കളിച്ച് അവന്റെ കയ്യേല് സാരിത്തുമ്പ് കീറി കെട്ടിക്കൊടുക്കാൻ നോക്കിയേ? അവന്റെ കൈ മുറിഞ്ഞെന്ന് കരുതി
നീ എന്തിനാടി പിടയ്ക്കുന്നേ? ശരിയാണ് അച്ഛമ്മേ, ഞാനൊന്ന് പിഴഞ്ഞു പോയി. എന്റെ കൺമുന്നിൽ വെച്ച് ദേവേട്ടന്റെ കൈ മുറിഞ്ഞ് ചോര ഒഴുകുന്നത് കണ്ടപ്പോ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ദേവേട്ടനെ വേദനിക്കുന്ന കണ്ടപ്പോ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. നിനക്കെന്തിനടി വേദനിക്കുന്നേ? നിനക്കെന്തിനു സഹിക്കാൻ പറ്റാതാവണം? എനിക്ക് സഹിക്കാൻ പറ്റില്ല അച്ഛമ്മേ. എന്താന്ന് ചോദിച്ച ദേവേട്ടൻ എനിക്ക് ദൈവത്തെ പോലെയാ. എന്റെ ദൈവത്തിന് ചെറിയൊരു വിഷമുണ്ടായാൽ പോലും എനിക്കത് സഹിക്കാൻ പറ്റില്ല. ദേവൻ നിന്റെ ദൈവമാകുന്ന എങ്ങനെയാടി? നിന്റെ തലയ്ക്കെന്താ ഓളമാണോ? പറയടി, ആരാ നിന്റെ ദൈവം? എങ്ങനെയാ ദൈവം ആയത്? എങ്ങനെയാന്ന് വെച്ചാ, അമ്പലത്തിലെ ആഭരണങ്ങൾ മോഷ്ടിച്ചു എന്നും പറഞ്ഞ് എന്നെവിടെ കെട്ടിയിട്ടപ്പോ ഇദ്ദേഹം അന്ന് ദൈവത്തെ പോലെ വന്നത്. ഇദ്ദേഹമാണ് ഈ വീടിനെ നാണക്കേടിൽ നിന്ന് രക്ഷിച്ചത്. അങ്ങനെയുള്ള ആള് എനിക്ക് ദൈവത്തെക്കാളും ഒത്തിരി മേലെയാണ്. എന്റെ ദൈവം വിഷമിക്കുന്നത് കണ്ട എനിക്ക് നോക്കി നിൽക്കാൻ കഴിയില്ല. സൂത്രത്തിലവള് രക്ഷപ്പെട്ടു. എന്റെ മോളുടെ സ്വഭാവം എങ്ങനെയാ? ആർക്ക് എന്ത് വിഷമം ഉണ്ടായാലും അവൾക്ക് സഹിക്കാൻ പറ്റില്ല. അതും അവള് അത്രയേറെ സ്നേഹിക്കുന്നവരാകുമ്പോ ഒട്ടും സഹിക്കില്ല. കയ്യിപ്പ് എങ്ങനെയുണ്ട് മോനെ? ഹോസ്പിറ്റലിൽ പോയാലോ? അതിന്റെ ഒന്നും ആവശ്യമില്ല അച്ഛാ, അത് കുറഞ്ഞോളും. നിനക്കെന്ത് പറ്റിയടി? എന്തെന്നാ നീ കല്ല് പോലെ നിൽക്കുന്നേ? ദേവിയുടെ ലീലകളെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. ഒരു ദേവി ഇവിടെ ഒരു കുന്തവും കാണിക്കുന്നില്ല. വരലക്ഷ്മി പൂജ കഴിയുമ്പോൾ നമ്മുടെ ശ്രേയയുടെ നെറുകയിൽ ദേവൻമോൻ സിന്ദൂരം ചാർത്തണമെന്നാണല്ലോ ആചാരം. പക്ഷെ ദേവന്റെ ചോരയാ വൈദികയുടെ നെറ്റില് സിന്ദൂരായി. അത് ദേവിയുടെ ലീലാവിലാസം അല്ലാതെ പിന്നെന്താ? എന്തു തന്നെയായാലും അവളല്ലേ അവന്റെ ഭാര്യ. നമ്മളത് എത്ര കണ്ടില്ലെന്ന് നടിച്ചാലും ദൈവസന്നിധിയിലൊന്നും മറയ്ക്കാൻ പറ്റില്ലല്ലോ. കൗസല്യേ, കൗസല്യേ, എന്താ അമ്മേ വിളിച്ചേ? എന്റെ ദേവന്മോനെ ഇവിടെ പോയി കാണുന്നില്ലല്ലോ. ദേവനും ഭാര്യയും കൂടി അവളുടെ വീട്ടിലേക്ക് പോയിരിക്കല്ലേ അമ്മേ? അവിടെ നിന്ന് വരലക്ഷ്മി പൂജയുണ്ടെന്ന് നേരത്തെ പറഞ്ഞതല്ലേ? ഭർത്താവിന്റെ ആശീർവാദം സ്വീകരിച്ച് നെറുകയില് സിന്ദൂരം ചാർത്തിക്കല്ലേ? അതിനായിട്ട് രണ്ടാളും കൂടി പോയിരിക്കുക. അതെന്തായാലും നന്നായി. ഞാൻ കാലത്ത് തന്നെ പറയണോന്ന് വിചാരിച്ചതാ. പക്ഷേ ദേവൻ ഇന്നൊരു വല്ലാത്ത മൂഡിലായിരുന്നു. അതൊക്കെ അവരെ ഇറങ്ങിയപ്പോ തന്നെ മാറിയില്ലേ അമ്മേ? അന്ന് നമ്മുടെ വീട്ടിൽ പൂജ നടന്ന സമയത്ത് ദേവൻ ഇവിടെ ഇല്ലാത്തതിന് എന്തൊക്കെയാ പറഞ്ഞത്? രണ്ടുപേർക്കും പോകാൻ എന്ത് ഉത്സാഹമായിരുന്നു. അവർക്കിടയിൽ യാതൊരു പ്രശ്നവുമില്ല. അവരുടെ കാര്യം ഓർത്ത് അമ്മ വിഷമിക്കണ്ട. ദേവന് ശ്രേയം കൂടി അവളുടെ വീട്ടിലേക്ക് പോയെന്നോ? അവിടെ വരലക്ഷ്മി പൂജയാണ് പോലും. അതിലെന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ. ഭാര്യയെ കാണുമ്പോ കണ്ടം വഴി ഓടുന്നവൻ അമ്മ പറഞ്ഞതിന്റെ പേരില്
ഭാര്യയുടെ വാലെ തൂങ്ങിപ്പോയത് എന്തിന്? എന്തൊക്കെയോ പന്തികേടുകൾ. എന്റെ കൺമുന്നിൽ വെച്ച് ദേവേട്ടന്റെ കൈ മുറിഞ്ഞ് ചോര ഒഴുകുന്നത് കണ്ടപ്പോ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. എന്താന്ന് ചോദിച്ച ദേവേട്ടൻ എനിക്ക് ദൈവത്തെ പോലെയാ. വിരലിന് വേദനയുണ്ടോ മോനെ? എന്റെ കൈയൊന്ന് മുറിഞ്ഞപ്പോ അവളുടെ മനസ്സാ പിടഞ്ഞത്. അവൾക്കത് സഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവളുടെ ഈ സ്നേഹം കാണുമ്പോ എന്റെ മനസ്സ് സന്തോഷിക്കുകയാണ്. വേദന ഒട്ടും തോന്നുന്നില്ല. എന്നോട് ഇത്രയധികം സ്നേഹം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനായിരിക്കും അവൾ ഇങ്ങനെ ചെയ്തത്? അവളോട് സംസാരിക്കണം. കാരണം എന്താണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. ഞാൻ വന്നപ്പോൾ മുതൽ സംസാരിക്കാൻ നോക്കുന്നതാ. പക്ഷെ ആരെങ്കിലും അതിനിടയ്ക്ക് വന്ന് കയറും. പോകുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും സംസാരിക്കണം. അവളിപ്പോ എവിടെയായിരിക്കും? ഒന്ന് പോയി നോക്കിയാലോ? എവിടെ പോവാ മോനെ? അത് പിന്നെ ഈ ഫോൺ വിളിക്കാൻ ഒരു അർജന്റ് കോളുണ്ട്. അനാഥപ്പെണ്ട് എവിടെ പോയി കിടക്കാണോ? ഇവനവളെ കാണാതിരുന്നാ മതി. അവൻ എങ്ങോട്ടോ പോയെ? ഈ ശ്രേയ എവിടെയാണാവോ? ഭർത്താവിന്റെ കൂടെ ഉണ്ടാവണ്ടേ? ആരും ഇടയ്ക്ക് കയറാതെ നോക്കണം എന്നുള്ള ചിന്ത പോലും ആ പെണ്ണിനില്ലല്ലോ. ഞാനിപ്പോ എന്താ ചെയ്യ? ഈ സ്വർണ്ണാഭരണങ്ങളെല്ലാം കൂടി ചേർത്താ ഏകദേശം 1 കോടി രൂപയെങ്കിലും ആകും. ഇതെല്ലാം ഇവിടെ തന്നെ വെച്ചേക്കാം. അത് തന്നെ നല്ലത്. ആ ഫോട്ടോ എന്തെങ്കിലും പുറത്തു വന്നാലോ? അതോടെ അവിടുത്തെ എന്റെ ജീവിതം കെട്ടുകെട്ടേണ്ടി വരും. ഇനി അവിടുന്നെങ്ങാനും എന്നെ പുറത്താക്കിയാലും ഈ ആഭരണങ്ങളുണ്ടല്ലോ, ഇത് വിറ്റിട്ട് എന്റെ സിനിമ മോഹം നിറവേറ്റാം.
കൂട്ടു തേടി വന്നൊരാ കുഞ്ഞിളം കാറ്റേ കൂടെയൊന്നു പാടുമോ നീലനിലാവിൽ പാട്ടുമൂളിയെത്തി ഞാൻ ഈ വഴിയോരം പാതിരാവിൻ ചില്ലകൾ പൂത്തൊരു നേരം കൂടെയൊന്നു പാടുമോ മോഹമഞ്ഞു നീർക്കണം വിങ്ങി നിൽക്കുമേ പൂമനസ്സിനുള്ളിലായി തേടുമോർമകൾ കാത്തിരുന്ന പൊൻവയിൽ നാളമേൽക്കവേ ആയിരം വസന്തമായി ഗാനമായിതാ പുതുമണം നുരയുമീ മഴ പൊഴിയും മണ്ണിൽ കലരുമെന്റെ കനവു തിരയും ഒരു ജതി പാടാം കൂടെയൊന്നു പാടുമോ കൂട്ടു തേടി വന്നൊരാ കുഞ്ഞിളം കാറ്റേ കൂടെയൊന്നു പാടുമോ നീലനിലാവിൽ വൈദേഹി അവിടെ നിന്ന് ഇപ്പൊ കുറെ പ്രാവശ്യമായി ഞാൻ നിന്നോട് സംസാരിക്കാൻ ശ്രമിക്കുക. അപ്പോഴെല്ലാം നീ എന്നീ ഓടി ഒളിക്കുക. ഇന്ന് എനിക്ക് നിന്നോട് സംസാരിച്ചേ മതിയാകൂ വൈദേഹി. ദേവാ, മോൻ ഇവിടെ എന്തെടുക്കായിരുന്നു? ഞാൻ കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി വന്നതാ. അതിനെന്തിനാ മോൻ അടുക്കളയിലോട്ടൊക്കെ വരുന്നേ? പറഞ്ഞാ ഞങ്ങൾ എടുത്തു കൊണ്ട് തരില്ലായിരുന്നോ? മോൻ അവിടെ ഞാൻ പോയിരിക്കെ. അല്ല അച്ഛമ്മ, അത്